നമസ്കാരം. ഏവർക്കും കരുവറ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുരാവൃത്ത കഥനം 2 എന്ന രീതിയിൽ വേട്ടയ്ക്കൊരു മകൻ ദൈവത്തെക്കുറിച്ചുള്ള പുരാവൃത്തം ഉൽപ്പത്തിക്കഥ ഇന്ന് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത് വേട്ടയ്ക്കൊരു മകൻ ദൈവം കേരളത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരു ദേവതാ സങ്കല്പമാണ്. കടത്തനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തെക്കോട്ട് കടത്തനാട്, കുറുമ്പ്രനാട്, പോളനാട്, കോട്ടയം, നിലമ്പൂർ, വള്ളുവനാട് അങ്ങനെ തെക്കോട്ട് പോകുന്ന സമയത്തുള്ള കാലത്തുള്ള വേട്ടയ്ക്കൊരു മകൻ സങ്കല്പത്തെക്കുറിച്ചുള്ള ഐതിഹ്യമാണ്, ഉൽപ്പത്തിക്കഥയാണ് വീഡിയോയിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കണ്ണൂരിൽ തെയ്യവുമായി ബന്ധപ്പെട്ടിട്ട് വേട്ടയ്ക്കൊരു മകനെ പറ്റിയുള്ള ഒരു ഉൽപ്പത്തി കഥയുണ്ട്. അതിൽ വേട്ടയ്ക്കൊരു മകൻ പാർവതി പരമശിവന്മാർക്ക് കിരാത രൂപത്തിലുണ്ടായിട്ടുള്ള മകനാണ് എന്നും വേട്ടയ്ക്കൊരു മകൻ കാറകൂറ നായരുടെ വീട്ടിൽ എത്തി അവിടെ നിന്ന് ഒരു വിവാഹം ചെയ്ത് അതിൽ നിന്ന് ഒരു ഉണ്ണിയുണ്ടായി എന്നും കാറകൂറ നായർക്ക് അവകാശമുണ്ടായിരുന്ന, ആധിപത്യമുണ്ടായിരുന്ന ബാലുശ്ശേരി കോട്ട കുറുമ്പ്രയാതിരി വാഴുന്നവർ പിടിച്ചെടുത്തത് ചോദ്യം ചെയ്യാൻ വേണ്ടി കാരകൂറ ഉണ്ണിയായ കാരകൂറ നായരെയും കൂട്ടി വേട്ടയ്ക്കൊരു മകൻ വന്നു എന്നും പല തടസ്സങ്ങൾ കുറുമ്പ്രയാതിരി അവിടെ ഉണ്ടാക്കിയെന്നും ആ തടസ്സങ്ങളെല്ലാം മറികടന്നുകൊണ്ട് വേട്ടയ്ക്കൊരു മകൻ തൻ്റെ ശക്തി കുറുമ്പ്രയാതിരി വാഴുന്നവർക്ക് മുമ്പാകെ കാണിച്ചുവെന്നും ആ ശക്തിയിൽ ബഹുമാനം തോന്നിയ, ആദരവ് തോന്നിയ കുറുമ്പ്രയാതിരി വാഴുന്നവർ വേട്ടയ്ക്കൊരു മകന് ബാലുശ്ശേരി കോട്ടയിൽ സ്ഥാനം നൽകിയെന്നുമാണ് തെയ്യത്തിൻ്റെ കഥയിൽ പറയുന്നത്. മാത്രമല്ല, വേട്ടയ്ക്കൊരു മകന് വൈരജാതൻ, ക്ഷേത്രപാലൻ എന്നീ 2 സുഹൃത്തുക്കളുണ്ടായി എന്നും ആ സുഹൃത്തുക്കൾ കൂടി ബാലുശ്ശേരി കോട്ടയിലേക്ക് വന്നിരുന്നു എന്നുമുള്ള ഒട്ടേറെ ഐതിഹ്യങ്ങൾ തെയ്യത്തിൻ്റെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. വേട്ടയ്ക്കൊരു മകൻ എന്ന് പറഞ്ഞിട്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുസ്തകവും തെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഐതിഹ്യമല്ല ബാലുശ്ശേരി കോട്ടയിലും കുറുമ്പ്രനാട്ടിലും പ്രചാരത്തിലുള്ളത്. കിരാതരൂപത്തിലുള്ള പാർവതി പരമശിവന്മാർക്കുണ്ടായ മകൻ വേട്ടയ്ക്കൊരു മകൻ, കാട്ടുജാതിക്കാർ ആ മകനെ എടുത്തു വളർത്തി. വില്ലാളി വീരനായ ആ മകൻ്റെ, വേട്ടയ്ക്കൊരു മകൻ്റെ വികൃതികൾ സഹിക്കവയ്യാതെ ദേവേന്ദ്രൻ നേരിട്ട് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. മഹാവിഷ്ണു ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷത്തിൽ പൊൻചുരികയുമായി അമ്പും വില്ലുമായി വേട്ടയാടി നടക്കുന്ന വേട്ടയ്ക്കൊരു മകൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി എന്നും വൃദ്ധബ്രാഹ്മണൻ്റെ കയ്യിലുള്ള പൊൻചുരിക കണ്ട് അത് തനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു എന്നും എന്നാൽ അത് ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് വൃദ്ധബ്രാഹ്മണൻ പ്രതിവചിച്ചപ്പോൾ എന്നാൽ അതൊന്ന് നോക്കാൻ വേണ്ടി വാങ്ങുകയും അങ്ങനെ വാങ്ങി അതിൻ്റെ ഭംഗി ആസ്വദിച്ച് നോക്കുന്ന സമയത്ത് ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് അത് കയ്യിലേക്ക് വാങ്ങുന്നത്. ഇടത് കൈയിൽ അമ്പും വില്ലും മാറ്റിപ്പിടിച്ച് വലത് കൈ കൊണ്ട് ചുരിക വാങ്ങണം. ചുരിക വാങ്ങുന്ന സമയത്ത് അത് തിരിച്ച് തരുന്നത് വരെ നിലത്ത് വെക്കരുത് എന്നുള്ള നിബന്ധന അനുസരിച്ചാണ് വൃദ്ധബ്രാഹ്മണൻ്റെ അടുത്ത് നിന്ന് പൊൻചുരിക കാണുവാൻ വേണ്ടി വേട്ടയ്ക്കൊരു മകൻ വാങ്ങിയത്. എന്നാൽ ചുരികയുടെ ഭംഗി നോക്കുന്ന അവസരത്തിൽ വൃദ്ധബ്രാഹ്മണൻ അപ്രത്യക്ഷനാവുകയും തനിക്ക് പറ്റിയ ചതി മനസ്സിലാക്കിയ വേട്ടയ്ക്കൊരു മകൻ ഇക്കാര്യം തൻ്റെ പിതാവായ പരമശിവനെ ഉണർത്തുകയും പരമശിവൻ 12,000 ഭൂതഗണത്തോടുകൂടി മലനാട്ടിലേക്ക് വേട്ടയ്ക്കൊരു മകനെ പറഞ്ഞയക്കുകയും അവിടെ നിന്ന് നമ്പുമലക്കോട്ടയിൽ അധിവാസമാക്കിയ വേട്ടയ്ക്കൊരു മകനെ കുറുമ്പ്രനാട് രാജാവ് വീരകുറുമ്പ്രയാതിരി നമ്പുമലക്കോട്ടയിലെത്തി ശ്രീരാജരാജേശ്വരൻ്റെ തളിപ്പറമ്പിലുള്ള ശ്രീരാജരാജേശ്വരൻ്റെ അനുജ്ഞ അനുസരിച്ചുകൊണ്ട് നമ്പുമലക്കോട്ടയിലെത്തി തപസ് ചെയ്ത് ബാലുശ്ശേരി കോട്ടയിൽ രാജാവായിരിക്കാൻ വേണ്ടി, രാജരാജേശ്വരനായിട്ടിരിക്കാൻ വേണ്ടി ബാലുശ്ശേരി കോട്ടയിലേക്ക് കുറുമ്പ്രയാതിരി ക്ഷണിക്കുകയാണ് ചെയ്തത്. താൻ മറ്റൊരു വേഷത്തിൽ അവിടെ എത്തുമെന്നും
തന്നെ സ്വീകരിച്ചിരുത്തണമെന്നും പറഞ്ഞിട്ട് കുറുമ്പ്രയാതിരി വാഴുന്നവരോട് കൂടിയാടിക്കളിച്ചുകൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്പുമല കോട്ടയിൽ നിന്ന് ബാലുശ്ശേരി കോട്ടയിലേക്ക് വേട്ടയ്ക്കൊരുമകൻ പറഞ്ഞയക്കുകയാണ്. പറഞ്ഞയച്ച ശേഷം ബാലുശ്ശേരി കോട്ടയിൽ ദാനധർമാദികൾ ആരംഭിച്ചു. വരുന്നവർക്ക് മുഴുവൻ ഉച്ചയൂണ് നൽകാൻ തീരുമാനിച്ചു. അരി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. അന്നേരം ഒരു സന്ദർഭത്തിൽ ഒരു യാചകൻ്റെ, ഒരു സന്യാസിയുടെ വേഷത്തിൽ നമ്പുമല കോട്ടയിൽ നിന്ന് വേട്ടയ്ക്കൊരുമകൻ പുറപ്പെടുകയാണ്. വേട്ടയ്ക്കൊരുമകൻ പുറപ്പെടുന്ന സന്ദർഭത്തിൽ വഴിയിൽ വെച്ച് പലരെയും കാണുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തൃക്കലങ്ങോട് ഒരു രാത്രി നേരത്തെത്തിയ സമയത്ത് പിതാവായ പരമശിവൻ്റെ അടുത്ത് തനിക്ക് ഇരിക്കാനൊരു സ്ഥലം വേണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കാൻ സ്ഥലം തരില്ലെന്നും കടന്നു പോകാനും പരമശിവൻ പറഞ്ഞത്രേ. തൃക്കലങ്ങോട് ശിവക്ഷേത്രത്തിലെ ഐതിഹ്യമാണ് പറയുന്നത്. അങ്ങനെ അച്ഛൻ പുറത്തേക്ക് പറഞ്ഞയച്ച സമയത്ത് മകൻ അച്ഛൻ ഇരിക്കുന്നതിൻ്റെ ക്ഷേത്രത്തിൻ്റെ വാതിൽ മാടത്തിൽ അച്ഛൻ കാണാതെ കയറിയിരുന്നു എന്നും വാതിൽ മാടത്തിൽ, തൃക്കലങ്ങോട് ക്ഷേത്രത്തിൻ്റെ വാതിൽ മാടത്തിൽ അത്താഴത്തിൻ്റെ സമയത്ത് എത്തിയതിനാൽ അത്താഴ പൂജ ഏറ്റുവാങ്ങി വേട്ടയ്ക്കൊരുമകൻ ഇരിക്കുന്നുണ്ട് എന്നും ഒരു വിശ്വാസമുണ്ട്. എന്തു തന്നെയായാലും തൃക്കലങ്ങോട്ടിൽ നിന്ന് ബാലുശ്ശേരി കോട്ടയിലേക്ക് നടക്കുന്ന വഴിയിൽ കാര എന്ന് പറയുന്ന തരത്തിലുള്ള കാരമുള്ള് വെട്ടിക്കുറയ്ക്കുന്ന ഒരു നായരെ കണ്ടിട്ട് ബാലുശ്ശേരി കോട്ടയിലേക്കുള്ള വഴി ചോദിക്കുകയാണ് വേട്ടയ്ക്കൊരുമകൻ. യാചകനായ സന്യാസ വേഷധാരിയായിട്ടുള്ള ആയൊരു രൂപത്തെ കണ്ട് അത് തികച്ചും ശൈവാംശമാണെന്ന് തിരിച്ചറിഞ്ഞ കാരകൂറ നായർ ഭക്ത്യാദരപൂർവ്വം വേട്ടയ്ക്കൊരുമകനെ ഉപചരിച്ചിരുത്തി പാനീയാദികൾ നൽകി അനുഗ്രഹം ഏറ്റുവാങ്ങി. അത് സന്തുഷ്ടനായിട്ടുള്ള വേട്ടയ്ക്കൊരുമകൻ കാരകൂറ നായരെ തൻ്റെ കോമരമായി നിശ്ചയിച്ച് ബാലുശ്ശേരി കോട്ടയിലേക്ക് വന്നുകൊള്ളാൻ ആജ്ഞാപിച്ച ശേഷം കാരകൂറ നായർ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ ബാലുശ്ശേരി കോട്ടയിലേക്ക് എത്തി. ഒരു ഉച്ച സമയത്താണ് വേട്ടയ്ക്കൊരുമകൻ എത്തിയത്. വേട്ടയ്ക്കൊരുമകൻ എത്തിയ സമയത്ത് ആ സന്ദർഭത്തിൽ അവിടെ അരി വിതരണം ചെയ്യുകയാണ്. തനിക്ക് അരി പോരാ, ഊണ് തന്നെയാണ് വേണ്ടത് എന്ന് വേട്ടയ്ക്കൊരുമകൻ ആവശ്യപ്പെട്ടു. അത് നിഷേധിക്കപ്പെട്ടു. അതിൽ ക്ഷുഭിതനായ അദ്ദേഹം തിരിച്ചുപോയി. രാജാവ് ഇതറിഞ്ഞ് തൻ്റെ കുട്ടിപ്പട്ടരെ പറഞ്ഞയച്ച് വേട്ടയ്ക്കൊരുമകനെ ബാലുശ്ശേരി കോട്ടയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു എന്നാണ് കഥ. ബാലുശ്ശേരി കോട്ടയിൽ ആ സമയത്ത് കരിയാത്തനെന്നും ഭഗവതി എന്നും പേരായ 2 ദേവസങ്കല്പങ്ങളാണ് ഉണ്ടായിരുന്നത്. വേട്ടയ്ക്കൊരുമകൻ്റെ വരവ് കണ്ട് ഭഗവതി അല്പം പിന്നോട്ട് മാറിയിരുന്നു, ബഹുമാനിച്ചുകൊണ്ടിരുന്നു എന്നും കരിയാത്തൻ എന്നാൽ ബഹുമാനിക്കാത്തതിനാൽ കരിയാത്തനെ തൻ്റെ കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് എടുത്തെറിഞ്ഞു എന്നുമാണ് കഥ. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും വഴിപാട് വിവരങ്ങളുമെല്ലാം അറിയിച്ചുകൊണ്ട് ഏവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ബാലുശ്ശേരി കോട്ട ഒരു 4 കെട്ടിൻ്റെ രൂപത്തിലാണ്. അതിലെ തെക്കിനിയിലെ പുറന്തളത്തിലാണ് ശ്രീകോവിലിരിക്കുന്നത്. ആ തെക്കിനിയിലെ പുറന്തളത്തിലെ പിൻചുമരിൽ വേട്ടയ്ക്കൊരുമകൻ ലയിക്കുകയാണ് ചെയ്തത്. ഇതാണ് ബാലുശ്ശേരി കോട്ടയിലെ വേട്ടയ്ക്കൊരുമകനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുരാവൃത്തം. ഇവിടെ കുറുമ്പ്രയാതിരി വാഴുന്നവർ ബാലുശ്ശേരി കോട്ടയെ, കുറുമ്പ്രനാടിനെ സംബന്ധിച്ചിടത്തോളം വേട്ടയ്ക്കൊരുമകൻ്റെ ആദ്യത്തെ ഭക്തനാണ്. ഒരിക്കലും വേട്ടയ്ക്കൊരുമകനെ കാരകൂറ നായർക്ക് ബാലുശ്ശേരി കോട്ടയിൽ കോമരസ്ഥാനം മാത്രമാണുള്ളത്. കോട്ടയുടെ മറ്റവകാശങ്ങൾ മുമ്പും ഉണ്ടായിരുന്നില്ല. ഉടമസ്ഥാവകാശം അത് കുറുമ്പ്രനാട് രാജാവിന് തന്നെയായിരുന്നു. അങ്ങനെ ഒരു ഉൽപ്പത്തി കഥയിലുള്ള വൈജാത്യം സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ ചെയ്തത്. നമസ്തേ.